പണ്ട് ദർസ് നടത്തുന്ന കാലത്ത് ഓതാൻ തുടങ്ങിയാൽ ആ ഓത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടറിയുമോ? അത് ഇങ്ങനെ അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ ചിലപ്പോൾ വിയർത്തു പോകും. നല്ലോണം വിയർത്തിട്ട് തോർത്തെടുത്തിട്ട് മുഖമൊക്കെ തോർത്തും. ദർസിൽ ഓതുന്ന ഫന്നുകളിൽ ഒരു ഫന്നാണ് ഇൽമുൽ മന്തിഖ്. അതിൽ ആ ഫന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കിതാബാണ് ശറഹത്ത് ദീബ്. ആ ശറഹത്ത് ദീബ് തുടങ്ങി അത് പൂർത്തിയാവുന്നത് വരെ നന്നായിട്ട് പഠിച്ചു. അങ്ങനെ ശറഹത്ത് ദീബ് ഓതി തീരുമ്പോൾ മഅഖൂലാത്തിന്റെ ഫന്ന്, ആ വിഷയം അത് ഏകദേശം ദർസിൽ ഓതന്റെ അത്ര മനസ്സിലായിപ്പോയി. അത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം ഓതുന്ന കിതാബാണ് കുത്തുബി. ആ കുത്തുബി ഓതുക എന്നത് എനിക്കൊരു വലിയ പ്രയാസമായിട്ടില്ല. എന്താ, ശറഹത്ത് ദീപിലെല്ലാം പഠിച്ചു. അങ്ങനെ ശറഹത്ത് ദീപും കുത്തുബിയും, കുത്തുബിക്ക് ഒരു ഹാസ്യമുണ്ട് മീർ, അത് ഞാൻ എത്രയോ പ്രാവശ്യം വളരെ നന്നായിട്ട് ദർസ് നടത്തി. ഞാൻ ഈ ശറഹത്ത് ദീപ് ചൊല്ലിക്കൊടുക്കുമ്പോഴേക്ക് എൻ്റെ അടുത്ത് ഓതിയവർക്ക് ഞാൻ കിതാബ് നോക്കലുണ്ടായിട്ടില്ല. എന്താ, ശറഹത്ത് ദീപ് അതിന്റെ മത്തന് തെഹദീബ് അത് മുഴുവൻ കാണപ്പെടായി. അത്ര നല്ല നിലക്ക് ദർസ് നടത്തിയിരുന്നു. അതേപോലെ ഇൽമുൽ ഹദീസ് നുഖ്ബത്തുൽ ഫിഖർ എന്ന കിതാബ്, അതിന്റെ ഇബാറത്ത് തന്നെ കുറെ കട്ടിയുള്ളതാ. ആ കിതാബും അങ്ങനെ തന്നെയാണ്. നുഖ്ബത്തുൽ അതിന്റെ മത്തന് നസ്ഹത്തുൻ നളാർ, അത് ഞാൻ കാണപ്പെടാക്കിയിരുന്നു. ഇൽമുൽ ഹദീസിന്റെ മറ്റുള്ള കിതാബുകൾ വായിക്കാൻ ഉള്ള ഒരു അടിത്തറ സഹായം അതായി. അങ്ങനെ എല്ലാ ഫന്നുകളിലും നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ഇതാണ് ബഹുമാനപ്പെട്ട താജുശ്ശേരി. അങ്ങനെയുള്ള വലിയ ആലിമാണ്. അതുകൊണ്ടാണ് സമസ്തന്റെ വൈസ് പ്രസിഡന്റായിട്ട് എടുത്തത്. വലിയ ഇൽമ്, വലിയ പ്രാസംഗികൻ. അതുപോലെ തന്നെ നടപടി, നല്ല നടപടി, തഖ്വയോട് കൂടിയുള്ള നടപടിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ഖ് അത് ധാരാളം ഉള്ള ആളാണ്.